ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു RK Next. നമ്മൾ ഹിന്ദി എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളോട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും പബ്ലിക്കിനും അല്ലെ, നമ്മൾ ഈ ഒരു ഇയർ തുടങ്ങിയത് മുതൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഫസ്റ്റ് ടേമിനും സെക്കൻഡ് ടേമിനും ഒക്കെ നമുക്ക് വരുന്ന ഒരു കവിതയാണ് മധുഹൃദു. മധുഹൃദു എന്നത് ജയശങ്കർ പ്രസാദ് ജിയുടെ കവിതയാണ്. നമുക്കറിയാം ഈ കവിത നമുക്ക് എന്തായാലും ഒരു ഷുവർ ക്വസ്റ്റ്യൻ തന്നെയാണ്. സോ നമ്മൾ ആദ്യം കവിത എന്താണെന്നൊന്ന് നോക്കാം അല്ലെ. അപ്പൊ നമുക്ക് ചുരുക്കി ഒന്ന് പറയാം കവിത എന്താണ്. കവിതയിൽ എന്താ പറയുന്നത്? മധുഹൃദു എന്ന് പറഞ്ഞാൽ വസന്തമാണ്. അപ്പൊ വസന്തകാലം, വഴി തെറ്റി വന്ന വസന്തത്തിനെ എങ്ങനെയാണ് കവി ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്? തൻ്റെ ഒരു പ്രിയതമയായിട്ട് അല്ലെ, അല്ലെങ്കിൽ തൻ്റെ ഒരു സുഹൃത്തായിട്ടാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ പലപ്പോഴും വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ സാത്തിൻ എന്നുള്ള ഈ വേർഡ് അല്ലെ, സുഹൃത്ത്, മിത്ര എന്ന അർത്ഥം വരുന്ന വാക്ക് കവിതയിൽ നിന്ന് എടുത്ത് എഴുതാൻ ചോദിച്ചിട്ട്, അപ്പൊ നമുക്കിവിടെ പറയാൻ പറ്റും സാത്തിൻ എന്ന് പറഞ്ഞാലാണ് മിത്ര, തൻ്റെ സുഹൃത്തായിട്ടാണ് കവി കാണുന്നത് അല്ലെ. ആരെ? വസന്തത്തെ, വഴി തെറ്റി വന്ന വസന്തത്തെ തൻ്റെ ഒരു മിത്രമായിട്ട്, കൂട്ടുകാരിയായിട്ടാണ് കവി കവിതയിൽ പറയുന്നത്. ഇനി പറയുന്നത് എന്താണ്? വസുധ നീച്ചെ ഊപ്പർ നബ്ഹോ എന്ന് പറഞ്ഞാൽ, വസുധ എന്ന് പറഞ്ഞാൽ ഭൂമിയാണ്. ഭൂമി, താഴെ ഭൂമിയും മുകളിൽ ആകാശവും. നീഡ് അലഗ് സബ്സെ ഹോ ചട് കണ്ട് കെ ചിറ് പത്ത് ചട്. വസുധ ഭൂമി, നബ് എന്ന് പറഞ്ഞാൽ ആകാശം, നീഡ്, നീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൂടാണ് അല്ലെ. അപ്പൊ ഇതിന് രണ്ടിനും ഇടയിലായിട്ട് ഞാൻ ഈ മധുഹൃദുവിന്, ഈ വസന്തത്തിന്, എൻ്റെ പുതിയ മിത്രന് ഞാൻ എന്ത് ചെയ്യും? അവിടെ ഒരു കൂട് പണിതു കൊടുക്കും എന്നാണ് കവി പറയുന്നത്. അപ്പൊ എവിടെയാണ് കവി ഇവിടെ വസന്തത്തിന് കൂട് പണിയുന്നത്, അല്ലെങ്കിൽ തൻ്റെ മിത്രന് കൂട് പണിയുന്നത്? ആകാശത്തിനും ഭൂമിക്കും ഇടയിൽ. അപ്പൊ നമ്മൾ സെന്റൻസ് ആക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ എഴുതാം വസുധ ഓർ നബ് കെ ബീച്ച്. വസുധ ഓർ നബ് കെ ബീച്ച് എന്ന് പറയാം. ഇനി അല്ലെങ്കിൽ നമുക്ക് ആകാശ് ഓർ ജമീൻ കെ ബീച്ച് എന്ന് പറയാം, ആകാശത്തിനും ഭൂമിക്കും ഇടയിൽ. ഇനി ഭൂക്കെ സൂക്കെ തിനുക്കോ ആശാ സെ അങ്കുർ झूलेंगे പല്ലവ് പുലകിത് ഹോंगे മേരെ കിസിലൈക ലഘു ഭവയഹ് ആ കലേഗാ കിൻകോ സിഹർ ബരി കാമ്പതി ആവേങ്കി മലയാനിൽ കി ലഹരേ. എന്നിട്ട് കവി പറയുകയാണ്, ഈ ഒരു സുന്ദരമായ ഈ മധുഹൃദുവിലെ, ഈ വസന്തത്തിലെ ആർക്ക് സ്ഥാനമില്ല എന്നാണ് പിന്നീട് പറയുന്നത്? ഉണങ്ങിയ പുൽനാമ്പുകൾ, അതാണ് സൂക്കേ തിനുക്കോ. സൂക്കേ തിനുക്കോ, ഇവർക്ക് എന്തില്ല ഇവിടെ? ഈ വസന്തത്തിൽ അവർക്ക് ഒരു സ്ഥാനവും ഇല്ല, അവർക്ക് ഒരു പ്രാധാന്യവും ഇല്ല. എവിടെ? ഈ വസന്തത്തിൽ അവരൊക്കെ എന്ത് ചെയ്തോട്ടെ? ഓടി മറഞ്ഞോട്ടെ. എവിടെ? പത്ത് ജഡുമേ. അവരെങ്ങോട്ടാണ് ഓടി മറയേണ്ടത്? പത്ത് ജഡുമേ, അതിലെ കുറ്റിക്കാടുകളിലേക്ക് പോയി ഓടി മറഞ്ഞുകൊള്ളൂ. നിങ്ങൾക്ക് എന്തില്ല? ഈ വസന്തത്തിൽ ഒരു റോളും ഇല്ല എന്നാണ് കവി പറയുന്നത്. എന്നിട്ട് പിന്നീട് കവി പറയുന്നു ചുംബനിലേക്കർ ഓർ ജഗാക്കർ അല്ലെ, ചുംബന്, ചുംബിച്ചുകൊണ്ട് ഉണർത്തും. ആരെ? മാനസ് നയന് നളിനുക്കോ, എന്റെ കണ്ണുകളെ ആരാണ് ഉണർത്തുന്നത്? സിഹർബരി കാമ്പത്തി ആവേഗി അല്ലെ, വിറയ്ക്കുന്ന തണുപ്പുള്ള ആ മലയാനിൽക്കി ലഹരെ, ചന്ദനക്കാറ്റ്. ചന്ദനക്കാറ്റ് എന്ത് ചെയ്യുന്നു? ചുംബിച്ച് കണ്ണുകളെ ഉണർത്തുന്നു. അപ്പോ വസന്തത്തെ ഇങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ട് അദ്ദേഹം വർണ്ണിക്കുകയാണ് അല്ലെ. വസന്തത്തിൽ എല്ലാം തളിർത്ത് പൂത്ത് നല്ല ഭംഗിയാർന്ന, ആരും ഇഷ്ടപ്പെടുന്ന ആ വസന്തകാലം അല്ലെ, തണുപ്പുണ്ട്. അതൊന്നും നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അതൊക്കെയാണ് ഈ കവിതയിൽ പറയുന്നത്. കവിതയിൽ പറയുന്നത് എന്താണ്? തണുപ്പുണ്ട്. ഈ കാലങ്ങൾക്കിടയിൽ ഇങ്ങനെ ഒരു വഴി തെറ്റി വന്നതുപോലെ എത്തുന്ന ആളാണ് വസന്തം എന്ന് കൂടിയാണ് പറയുന്നത്. വഴി തെറ്റി വന്ന ഒരു മിത്രനെ പോലെ, ഒരു കൂട്ടുകാരിയാണ് വസന്തം എന്നാണ് കവിതയിൽ പറയുന്നത്. ഇനി ഈ വസന്തത്തിൽ ആർക്ക് സ്ഥാനമില്ല? ഈ ഉണങ്ങിയ പുൽനാമ്പുകൾക്കൊന്നും സ്ഥാനമില്ല. പിന്നെ തണുത്ത മലയാനിൽക്കി ലഹരെ, ചന്ദനക്കാറ്റ് എങ്ങനെ എൻ്റെ കണ്ണുകളെ ചുംബിച്ചുകൊണ്ട് എന്നെ ഉണർത്തും. ജവാ കുസും സി ഉഷാ കിലേഗി മേരി ലഘു പ്രാചി മേ ഹസി ഭരെ ഉസ് അരുൺ അദർ കാ രാഗ് രംഗോ കാ ദിനകോ അന്ധകാർ കാ ജലദി ലാംഘികർ ആവേങ്കി ശശികിരണേ. അപ്പോ രാവിലെ ഉഷ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രഭാതം പൊട്ടിവിടരും. എങ്ങനെ? കിഴക്ക്, കിഴക്ക് പ്രഭാതം പൊട്ടിവിടരുന്നു. എങ്ങനെ പോലെ? ചെമ്പരത്തി പൂവിന്റെ ചുവപ്പ് പോലെ
പൊട്ടിവിടരുകയും അതേസമയം രാത്രിയിൽ ആര് വരും? ജലധി ലാംഘിക്കർ, കടലിനെ ഒക്കെ മറികടന്നുകൊണ്ട് ആര് വരുന്നു? ശശികിരണേൻ, അല്ലെ? വസന്തത്തിൽ ശശികിരണങ്ങൾ, നല്ല ചന്ദ്രന്റെ നിലാവ് കടലും കടന്ന് നമ്മളിലേക്ക് എത്തുന്നു. എന്നിട്ട് കവി പറയുകയാണ്, അന്തരീക്ഷിച്ചിട് കേകാ കണ് കണ്, അന്തരീക്ഷത്തിൽ ചിടുക്കേക കണ് കണ്. വസന്തത്തിൽ രാവിലെ നമ്മൾ എണീറ്റ് പുറത്തേക്ക് വരുമ്പോ നമുക്ക് എന്താണ് കാണുക? എന്താ കാണുക? ആകെ മഞ്ഞ് വീണിരിക്കുന്ന, അല്ലെ? മഞ്ഞ് വീണ ഒരു ചുറ്റുപാട് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ എന്തെങ്കിലും പുറത്ത് വെച്ച് മറന്നു പോയിട്ടുണ്ട്, അതിന്റെ മുകളിലൊക്കെ മഞ്ഞ് തുള്ളികളെ കാണാം. നിശീമേ മധുര തുഹിൻകോ, തുഹിൻ എന്ന് പറഞ്ഞാൽ മഞ്ഞാണ്. അപ്പൊ ഈ അന്തരീക്ഷത്തില്, രാത്രിയിലെ അന്തരീക്ഷത്തില്, അല്ലെ, നിറഞ്ഞ രാവിലെ ആവുമ്പോൾ നമുക്ക് കാണാൻ പറ്റും നിറയെ എന്തുണ്ട്? മഞ്ഞുണ്ട്. അപ്പൊ ഈ അന്തരീക്ഷത്തിന്റെ പ്രത്യേകത എടുത്ത് പറയാണ് വസന്തത്തിലെ. അതെന്താണ്? മധുരമുള്ള മഞ്ഞിനെ നൽകുന്നു. ഇതെന്താണ്? ഏകാന്ത സൃജനുമേ കോയി കുച്ച് ബാധ മത്ത് ഡാലോ. അപ്പൊ കവി പറയാണ് ഇത് പ്രകൃതിയുടെ ഒരു സൃജനാണ്, ഒരു സൃഷ്ടിയാണ്, അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള ഒരു സൃഷ്ടിയില് എന്ത് ചെയ്യേണ്ട? ആരും തന്നെ കുച്ച് ബാധ മത്ത് ഡാലോ, ആരും തന്നെ അതിലൊരു തടസ്സവും നിൽക്കണ്ട. ജോ കുച്ച് അപ്നെ സുന്ദർ സേ ഹേ, നമ്മുടെ അടുത്ത് എന്താണോ സുന്ദരമായിട്ടുള്ളത്, ദേനേദോ ഇനിക്കോ, അതിനു വേണ്ടി നമുക്ക് അത് നൽകാം. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും സുന്ദരമായതുണ്ടെങ്കിൽ നമുക്ക് നൽകാം. ഇതിനെ നമുക്ക് പല രീതിയിൽ നമുക്ക് ഇതിനെ വ്യാഖ്യാനിക്കാം, അല്ലെ? ഒന്നുമില്ലെങ്കിൽ നമുക്ക് പറയാം, നമ്മൾ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിന്റെ ഒരു ആവശ്യകത നമുക്ക് ഇതിലുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും, ഇല്ലേ? അപ്പൊ നമ്മളായിട്ട് എന്ത് ചെയ്യണ്ട? ഭൂമിയിലെ, നമ്മുടെ പ്രകൃതിയിലെ ഈ ഒരു വസന്തത്തിൽ നമ്മളായിട്ട് കൈകടത്തലുകളൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇങ്ങനെ ചൂഷണം ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ കാലാവസ്ഥയിൽ വരുന്ന വ്യതിയാനം അതൊക്കെ എന്ത് ചെയ്യും? ഈ ഒരു സൃഷ്ടിയെ, ഇവിടെ പറയുന്നുണ്ടല്ലോ ഏകാന്ത സൃജൻ, നമ്മൾക്കാർക്കും ഒരു കൈകടത്തലും ഇല്ലാത്ത ഒന്നാണ് പ്രകൃതിയുടെ ഈ താനേയുള്ള ഈ ഒരു സീസൺ ഒക്കെ മാറുന്ന കാര്യങ്ങളൊന്നും നമുക്കൊരു റോളും ഇല്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഈ പ്രകൃതിയെ ഒക്കെ നശിപ്പിച്ചിട്ട് നമ്മൾ അതിലൊക്കെ കൈകടത്തലുണ്ട്, അല്ലെ? അപ്പൊ ഈ കാലം തെറ്റിയ പല സംഗതികളും നടക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ പറയില്ല, ഇപ്പം മഴക്കാലമാണോ, അല്ലെങ്കിൽ ഇപ്പോഴാണോ ഇത് പൂക്കുന്നത്? ഈ കാലത്തല്ലല്ലോ ഇത് പൂക്കാറ്. അപ്പൊ ഇതൊക്കെ എന്താണ്? നമ്മുടെ പ്രകൃതിയെ ചൂഷണം ചെയ്ത് ഇപ്പൊ എല്ലാത്തിലും മനുഷ്യന്റെ കൈകടത്തൽ കാരണം പ്രകൃതി നശിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമുക്ക് അങ്ങനെയും മനസ്സിലാക്കാം. കവി അവസാനമായി പറയാണ്, നിങ്ങൾ ഇതിലേക്കൊന്നും ഇടപെടണ്ട, നിങ്ങളുടെ കൈകടത്തലുകൾ കൊണ്ട് ഇത് നശിപ്പിക്കണ്ട, എന്ത് ചെയ്തോളൂ, നിങ്ങളിൽ എന്തെങ്കിലും സുന്ദരമായത് എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ കൊടുക്കാം, വേണമെങ്കിൽ നമുക്കൊരു 4 മരം വെച്ച് പിടിപ്പിക്കാം, അല്ലെങ്കിൽ ഒരു 4 ചെടിയെ, അല്ലെ? നമ്മൾ കുറച്ച് ചെടികളൊക്കെ നട്ടു വളർത്തിയാൽ അടുത്ത വസന്തമാകുമ്പോൾ ഇതൊക്കെ പൂത്ത് വിടർന്ന് ഭംഗിയായി നിൽക്കുന്നത് കാണാം. അപ്പൊ അതുപോലെ എന്തെങ്കിലും പ്രകൃതിക്ക് വേണ്ടി നമുക്ക് അങ്ങോട്ടേക്ക് ചെയ്തു കൊടുക്കാം എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി അതല്ലെങ്കിൽ ഒരു പ്രണയിനിയെ വസന്തമായി സങ്കല്പിച്ച് അദ്ദേഹം വർണ്ണിച്ചിരിക്കുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അല്ലെ? എൻ്റെ കൂട്ടുകാരിയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് ഇതിൽ പറയാനുള്ളത് ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ് കവിതയുടെ ആശയം. അപ്പൊ നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ഒരു ചോദ്യമാണ് യഹ് പങ്ക്തിയാം. അപ്പൊ എന്താ പറയുന്നത്? യഹ് പങ്ക്തിയാം. നമുക്ക് എന്തായാലും കവിതയുടെ കുറച്ച് വരികൾ നൽകും. അപ്പൊ നമ്മൾ അവിടെ ആശയമായിട്ട് എഴുതേണ്ടത് യഹ് പങ്ക്തിയാം മധുഹൃദു കവിതാസെ പ്രസ്തുത് ഹെ. എന്താ നമ്മൾ പറയുന്നത്? ഈ വരികള് മധുഹൃദു എന്ന കവിതയിൽ നിന്ന് തന്നിട്ടുള്ളതാണ്. മധുഹൃദു ഛായാവാദി കവി ജയശങ്കർ പ്രസാദിനെ ലിഖാ ഹെ. അടുത്ത കാര്യം, ഇനി മധുഹൃദു എഴുതിയിരിക്കുന്നത് ഛായാവാദി കവിയായിട്ടുള്ള ജയശങ്കർ പ്രസാദ് ജി ആണ്. കവിതാമേ, അടുത്ത കവിതയിൽ. അപ്പൊ ഓരോ സെന്റൻസും നിങ്ങൾ അർത്ഥം മനസ്സിലാക്കി തന്നെ പഠിക്കണം മക്കളെ. കവിതാമേ, കവിതയിൽ വസന്ത ഋതു കാ സുന്ദർ വർണ്ണൻ ഹുവാ ഹെ. കവിതയിൽ എന്തിനെ കുറിച്ചാണ് വർണ്ണിച്ചിരിക്കുന്നത്? വസന്ത് ഋതുക്ക, അല്ലെ? അപ്പൊ എവിടെ നമുക്ക് മധുഹൃദു എന്നതിൽ നിന്ന് ഒരു 4 വരി കവിത നൽകിയിട്ട് ഇതിൽ എന്തിനെ കുറിച്ചാണ് കവി എന്തിനെയാണ് വർണ്ണിച്ചിരിക്കുന്നത്, ആരെയാണ് വർണ്ണിച്ചിരിക്കുന്നത്, ഇനി എന്തിനെ കുറിച്ചാണ് പറയുന്നത്, ഇങ്ങനെയൊക്കെ ചോദിച്ചാലും നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത് എന്താണ്? എന്തിനെ കുറിച്ചാണ്? വസന്ത് ഋതുക്ക. ഇനി ഒന്നുമില്ലെങ്കിൽ ആ ചാപ്റ്ററിന്റെ പേര് തന്നെ മധുഹൃദു എന്നെങ്കിലും നിങ്ങൾ എഴുതി വെക്കണം കേട്ടോ. വസന്ത് ഋതുക്കോ കവി കവിതാ में अपनी प्रेमिका के समान देखते हैं.
ഞാൻ പറഞ്ഞില്ലേ തന്റെ പ്രേമികയെ പോലെയാണ് അദ്ദേഹം ഇവിടെ വസന്തത്തെ കാണുന്നത്. കവി അപ്പനെ മന്മേ ഉസ്കെ ലിയെ ചോട്ടി കുട്ടിയാ ബനാ ദേത്തെ ഹെ. അപ്പോ ഈ വസന്തത്തിന് വേണ്ടിയിട്ട് കവി തന്റെ മനസ്സിൽ ഒരു ചെറിയ ഒരു കുടില് വരെ നിർമ്മിക്കാൻ തയ്യാറാണ്. ആകാശ് ഓർ ധർത്തി കെ ബീച്ച് പ്രേം കാ നീഡ് സ്ഥിത് ഹെ. എന്താണ് ആകാശ് ഓർ ധർത്തി കെ ബീച്ച്? എവിടെ? ആകാശത്തിനും ഭൂമിക്കും ഇടയിലാണ് ആ പ്രേമത്തിന്റെ കൂട് നിലനിൽക്കുന്നത്. സൂക്കെ തിൻകെ ജേസെ. പിന്നീട് കവിതയിൽ പറയുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് സൂക്കെ തിൻകെ ജേസെ. നേരത്തെ നമ്മൾ പറഞ്ഞു ഉണങ്ങിയ ഈ പുൽക്കതിരുകൾക്കൊന്നും തന്നെ ഫാൽത്തു ചീസോങ്കോ, ഇതുപോലുള്ള ഉപയോഗശൂന്യമായ സാധനങ്ങൾക്ക്, ഫാൽത്തു ചീസ് എന്ന് പറഞ്ഞാൽ ഉപയോഗശൂന്യമായ എന്നാണ് കാണിക്കുന്നത്. വസന്ത് കെ ആഗമൻ പർ യഹാം കോയി സ്ഥാൻ നഹി ഹെ. വസന്തത്തിന്റെ ആഗമൻ എന്ന് പറഞ്ഞാൽ എന്താ? കടന്നുവരവ്. വസന്തത്തിന്റെ കടന്നുവരവിൽ യഹാം കോയി സ്ഥാൻ നഹി ഹെ, ഒരു സ്ഥാനവുമില്ല. ഉനെ ശിശിർ കെ പത്ത്ചഡ് മേ ബാഗ് ജാനാ ഹെ. എന്നിട്ട് കവി എന്താ പറയുന്നത്? ഉനെ, അവർക്കൊക്കെ എങ്ങോട്ട് പോകണം? ശിശിർ കെ, ശിശിരകാലത്തിലെ പത്ത്ചഡ് കെ, കുറ്റിക്കാടുകളിലേക്ക്, ബാഗ് ജാനാ ഹെ, ഓടി മറഞ്ഞുകൊള്ളൂ എന്നാണ് കവി പറയുന്നത്. പേട് പൗധോം പർ നയേ നയേ പല്ലവ് ഖിൽ രഹാ ഹെ എന്ന് പറഞ്ഞാല് മരങ്ങളിലും പിന്നെ അത് കൂടാതെ ചെറിയ ചെറിയ ചെടികളിലും ഒക്കെ നയേ നയേ പല്ലവ്, പുതിയ പുതിയ തളിരിലകൾ തളിർത്തുകൊണ്ടിരിക്കുകയാണ്. പല്ലവോ സെ ബരെ സൻസാർ സബ്കോ അച്ഛാ ലഗ്താ ഹെ. പുതിയ തളിരുകളും പൂമൊട്ടുകളും അല്ലെ പൂത്തുകൊണ്ടിരിക്കുന്ന ഈ വസന്തത്തിലെ പല്ലവോ സെ ബരെ സൻസാർ, പല്ലവോ സെ ബരെ സൻസാർ എന്താണ്? തളിരിലകളാൽ നിറഞ്ഞ ഈ ലോകം. സൻസാർ അച്ഛാ ലഗ് രഹാ ഹെ. സൻസാർ എന്ന് പറഞ്ഞ ലോകാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് അല്ലെ. ആരാണ് വസന്തത്തെ ഇഷ്ടപ്പെടാതിരിക്കുക? ഇനി പറയുന്നത് മലയാനിൽ കി ലഹരെ. മലയാനിൽ കി ലഹരെ എന്ന് പറഞ്ഞാൽ എന്താണ്? ചന്ദന കാറ്റ്. രോമാഞ്ചിത് കർത്തെ ഹുവേ പ്രേമി കെ രൂപ് മേ ആ രഹേ ഹെ. അല്ലെ, എന്താണ്? പ്ലകം കൊള്ളിച്ചുകൊണ്ട് ഒരു പ്രേമികയുടെ രൂപത്തിൽ വരികയാണ്. ഓർ പ്രേമിക കെ നയന രൂപി കമൽ കോ ചൂം രഹേ ഹെ. കണ്ണുകളാകുന്ന കമൽ കോ ചൂം രഹേ ഹെ, കണ്ണുകൾ, താമര പോലുള്ള കണ്ണുകളെ വന്ന് ചുംബിക്കുന്നു. പൂരബ് സെ ലാൽ കുസും കെ സമാൻ ഉഷാ കിലേഹി. ഇനി കിഴക്ക് നിന്ന് എന്തുദിക്കുന്നു? പ്രഭാതം പൊട്ടിവിടരുന്നു. ഓർ ഉഷാ കെ യഹ് ലാൽ രംഗ് ദിനക്കോ രംഗീൻ ബനാദേഹി. ഈ ഉദയത്തിന്റെ, ഈ പ്രഭാതത്തിന്റെ ആ ചുവപ്പ് നിറം ദിവസത്തെ മുഴുവനും എന്താകും? രംഗീൻ ബനാദേങ്കി, നിറങ്ങൾ നിറഞ്ഞതാക്കി തീർക്കും എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്കൊരു പോസിറ്റീവ് എനർജി പോലെയാണ് എന്നാണ് ഇവിടെ സെന്റൻസിൽ കാണിക്കുന്നത്. രാത് കെ സമയ അന്ധകാർ കോ പാർ കർക്കെ. ഇനി രാത്രി സമയമാണെങ്കിലോ എങ്ങനെയായിരിക്കും വസന്തം? അന്ധകാർ കോ പാർ കർക്കെ, അല്ലെ, ഇരുട്ടിനെ ഒക്കെ മറികടന്നുകൊണ്ട്. അതൊന്ന് നന്നായി ഒന്ന് നോക്കി വെക്കണേ. രാത്രിയിൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ പ്രഭാതത്തിൽ എങ്ങനെയാണ്? ഈ ഭാഗം ഒന്ന് നന്നായി നോക്കി വെച്ചോളൂ. പ്രഭാതത്തിൽ എങ്ങനെയാണ്? പൊട്ടിവിടർന്ന്, ചുവന്ന് തുടുത്ത് പൊട്ടിവിടർന്ന് വരുന്ന പ്രഭാതവും. രാത്രിയിലെ വസന്തം എന്ന് പറയുന്നത് എന്തിനെയൊക്കെ മറികടന്നുകൊണ്ടാണ്? സമയ അന്ധകാർ കോ പാർ കർക്കെ, ഇരുട്ടിനെയൊക്കെ മറികടന്ന് ചന്ദ്രമാക്കി കിരണേ ആയേഗി ഓർ ധർത്തി പർ ചാന്ദിനി ഫൈലാദേഗി. എന്നിട്ട് ഭൂമിയിലേക്ക് നിലാവിനെ പരത്തുന്നു. ഫൈലാദേഗി എന്ന് പറഞ്ഞാൽ പരത്തുക. ചാന്ദിനി, ചാന്ദിനി എന്ന് പറഞ്ഞാൽ ആരാണ്? നിലാവാണ് ട്ടോ. അന്തരീക്ഷ രാത്രിക്ക് കണ് കണുമേ ഓസ്കി ബൂന്തോ കി വർഷാ കരേഗി. ഇനിയോ അന്തരീക്ഷം രാത്രിയിൽ എന്താക്കും? ചെറിയ ചെറിയ കണികകളായിട്ടുള്ള ഓസ്കി ബൂന്തോം. ഓസ്കി ബൂന്തോം എന്ന് പറഞ്ഞാല് മഞ്ഞുതുള്ളികളെ വർഷാ കരേഗി, പെയ്യിക്കും. മഞ്ഞുതുള്ളികളെ പെയ്യിക്കും. പ്രേമയുഗ്മോ കെ ഇസ് ഏകാന്ത സൃജനുമേ. പ്രേമയുഗ്മത്തിന്റെ, അല്ലെ, പ്രണയത്തിന്റെ ഈ ഏകാന്ത സൃജൻ, ഈ സൃഷ്ടിയിൽ ഹമേ കോയി ബാധ ന ഡാൽന. നമ്മൾ എന്ത് ചെയ്യരുത്? ഒരു തടസ്സവും സൃഷ്ടിക്കരുത്. ഓർ അപ്നേമേ, ഇനി തങ്ങളിൽ എന്താണോ ജോ കുച്ച് സുന്ദർ ഹെ ഉനെ ഇനിക്കോ ദേ ദേന. അതെന്തെന്നാ ചെയ്യുക? നമ്മൾ പ്രകൃതിക്കോ, അല്ലെ, വസന്തത്തിന് വേണ്ടിയിട്ട് അങ്ങോട്ട് എന്തെങ്കിലും സുന്ദരമായതുണ്ടെങ്കിൽ നൽകുക. നമ്മളായിട്ട് അതിൽ ഒരു കൈകടത്തലും വേണ്ട.
ബാധാ മത് ഡാൽന, അല്ലെ, തടസ്സം സൃഷ്ടിക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കവി. കവിനെ ശൂന്യ ഹൃദയമേ പത് പൂൽക്കർ ആനെ വാലി വസന്ത് ഋതു കെ സമാൻ അചാനക് പ്രേമിക ആയി. ഇനി നമ്മൾ ഈ ലാസ്റ്റ് പാരഗ്രാഫ് എന്ന് പറയുന്നത് നമ്മൾ ഈ കവിത എന്താണെന്ന് വിശദീകരിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ അത് കൺക്ലൂഡ് ചെയ്യാണ്. എന്താണ് കവി ഈ കവിതയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്? വ്യഥാ മേ സാത്തി ബൻകർ ആയി പ്രേമിക കോ കവി അപ്നെ മൻ മേ കുട്ടിയ ബനാ ദേത്താ ഹെ. അപ്പൊ ഇവിടെ വ്യഥ, പ്രയാസപ്പെട്ടിരിക്കുന്ന സമയത്ത് ഒരു കൂട്ടുകാരി വന്നതുപോലെയാണ് വസന്തത്തെ കവി പറയുന്നത്. അപ്പൊ അവൾക്കായിട്ട് ഒരു ചെറിയ കുടിൽ തന്നെ നിർമ്മിച്ചു നൽകാം എന്ന് പറയുന്നു. പ്രേമ വിഹീൻ സൂക്കെ തിൻകെ ജैसे लोगों को इस प्रेम निवास से अलग किसी सूखे में जाना है. ഇനി കവി പറയുന്നത് എന്താണ്? പ്രേമ വിഹീൻ സൂക്കെ തിൻകെ. ചില ആളുകളില്ലേ ഭയങ്കര മൊരടന്മാരായിരിക്കും, അല്ലെ? അപ്പൊ അങ്ങനെ ഉള്ളിൽ പ്രണയമില്ലാത്ത, സ്നേഹമില്ലാത്ത അങ്ങനെയുള്ളവർക്ക് എന്തില്ല, ഇവിടെ ഒരു സ്ഥാനവും ഇല്ല. അതാണ് ഈ സൂക്കെ തിനുക്കയിലൂടെ കവി കാണിക്കുന്നത്. ഈ പ്രേമമയ വാതാവരണമേ, ഇനി കവി നമുക്ക് നൽകുന്ന സന്ദേശം ഇതാണ്. പ്രേമമയ വാതാവരണമേ, ചുറ്റുപാടിൽ കവി കെ മന്മേ ആശാക്കി നൈ കിരണേ കിലേങ്കെ, ആശകളുടെ പുതിയ പുതിയ കിരണങ്ങളാണ് പൂക്കുന്നത്. യഹാ പ്രേമ പുളകിത് പ്രേമി, അല്ലെ, പ്രേമ പുളകിത് മലയാനിൽ കെ സമാൻ ആക്കർ प्रेमिका के नयन कमल पर चुंबन करेगा, प्रेम की रागात्मक दुनिया में सौंदर्य की लालिमा लेकर आती है. ഇനി എങ്ങനെയാണ്? ചുംബന ലേക്കർ പ്രേമിക്ക് രാഗാത്മക ദുനിയ, ഈ പ്രണയത്തിന്റെ രാഗാത്മകമായ ലോകത്തെ സൗന്ദര്യക്ക് ലാലിമ, സൗന്ദര്യത്തിന്റെ ചുവപ്പ് വിരിയിക്കുന്നതാണ് എന്ത്? വസന്തം. അപ്പൊ ഇത്രയും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 6 മാർക്കിന് അതല്ലെങ്കിൽ 8 മാർക്കിനൊക്കെ ആയിട്ടാണ് ഈ മധുഹൃദു എന്ന കവിതയുടെ ആശയം നിങ്ങൾക്ക് ചോദിക്കാം. അപ്പൊ നിർബന്ധമായും നിങ്ങൾ ഈ ചാപ്റ്റർ നന്നായിട്ട് പഠിച്ചിരിക്കണം. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് തന്നെയാണ് നമ്മൾ ഇതുപോലെ വീഡിയോസ് ചെയ്യുന്നത്. എല്ലാ ചാപ്റ്റേഴ്സും നമുക്ക് പഠിക്കണം. പ്ലസ് അതിൽ തന്നെ കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ പറയുന്നത്. ഇനി നമുക്ക് ഇതിലുള്ള 1 വേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ടോ അതല്ലെങ്കിൽ 2 മാർക്കിന് ചോദ്യം വരുന്ന ചോദ്യങ്ങളാണിത്. വസന്ത് കിൻ കിൻ കാ പ്രതീക് ഹോ സക്താ ഹെ. വസന്തം എന്തിന്റെ ഒക്കെ പ്രതീകമാണ് ഇവിടെയൊക്കെ പറയുന്നത്? പ്രേമ ഓർ ആശാക്ക, പ്രണയത്തിന്റെയും പിന്നെ അത് കൂടാതെ ആശകളുടെയും, പുതിയ ആശകളുടെയും പ്രതീകമായിട്ടാണ് കവി ഇവിടെ വസന്തത്തെ പറയുന്നത്. പത്ത്ചെട് കിൻ കിൻ കാ പ്രതീക് ഹോ സക്താ ഹെ. ഇനി നമ്മുടെ കവിതയിൽ പറയുന്നുണ്ടല്ലോ, കുറ്റിക്കാടിലേക്ക് ഒളിച്ചോളൂ, നിങ്ങൾക്കൊന്നും ഇവിടെ സ്ഥാനമില്ല. ഈ പറയുന്ന 10 ചെടി, ഈ കുറ്റിക്കാടുകളൊക്കെ എന്തിന്റെ പ്രതീകമായിരിക്കാം? കവിതയിലെ ദുഃഖ് ഓർ നിരാശ, അല്ലെ, ദുഃഖത്തിന്റെ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഈ സൂക്കെ തിനുക്കെ അല്ലെങ്കിൽ 10 ചെട് പോലുള്ളതിന് ആവശ്യമില്ല എന്നാണ് കവി പറയുന്നത്. അതൊന്നും നമുക്ക് ആവശ്യമില്ല. അതൊക്കെ എന്താണ്? വെറും നെഗറ്റീവ്സും കുറച്ച് ദുഃഖങ്ങളും പിന്നെ കഴിഞ്ഞു പോയ കുറച്ച് നിരാശകളും അതിനൊക്കെ അങ്ങ് മാറ്റി നിർത്തിക്കൊള്ളൂ. എന്നിട്ട് ഈ വരുന്ന വസന്തത്തെ നമ്മൾ എന്ത് ചെയ്യാം? സ്വീകരിക്കാം. प्रेम का नीड कहाँ स्थित है? प्रेम का नीड धरती और आकाश के बीच स्थित है, अല്ലെ? धरती और आकाश के बीच, ഭൂമിക്കും ആകാശത്തിനും ഇടയിലാണ് പ്രേമ का नीड സ്ഥിതി ചെയ്യുന്നത്. സൂക്കെ തിൻകെ കോ കഹാ ഭാഗ് ജാനാ ഹെ. ഈ ചോദ്യങ്ങളൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ചെയ്ത് വന്നതാണ്. സൂക്കെ തിൻകെ കോ കഹാ ഭാഗ് ജാനാ ഹെ. സൂക്കെ തിൻകെ കോ ജംഗൽ കെ പത്ത്ചെട് മേ ഭാഗ് ജാനാ ഹെ. എവിടെയാണ് പോകേണ്ടത്? ജംഗൽ കെ, കുറ്റിക്കാടുകളിലെ, അല്ലെ, കാടുകളിലേക്ക് ഓടി മറയാനാണ് കവി പറയുന്നത്. ഇനി അടുത്തൊരു ചോദ്യം, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വസന്ത ഋതു മേ പ്രകൃതി കോ മോഹക് ബനാനെ വാലെ അംഗ് കോൻ കോൻ സേ ഹെ? വസന്ത് की विशेषताएं क्या क्या होती है? അങ്കുർ ജൂൽത്തെ ഹെ, പല്ലവ് പുളകിത് ഹോ ജാത്തെ ഹെ, അല്ലെ? ആ മൊട്ടുകൾ, ആടുന്ന മൊട്ടുകളും പിന്നെ തളിരിലകളും, പുളകിതരാക്കുന്ന തളിരിലകളും, മലയാനിൽക്കി ലഹരോ സെ നലിന് ഖിൽ ജാത്തെ ഹെ. മലയാനിൽക്കി ലഹര എന്ന് പറഞ്ഞാൽ എന്താണ്? ചന്ദന കാറ്റ്, ചന്ദനക്കാറ്റിന്റെ നലിന് ഖിൽ ജാത്തെ ഹെ ജവാ കുസുമുസി ഉഷാ കിലേഗി അന്ധകാർ ജലദി ലാംഗ് കർ ശശി കിരൺ ആത്തി ഹെ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ
വിശേഷതകളായിട്ട് പറയുന്നത്, വസന്തത്തിന്റെ വിശേഷതകളായിട്ട് കവിതയിൽ എടുത്ത് പറയുന്ന ഭാഗമാണ്. അപ്പൊ അങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്തുണ്ടാകും? ഒരു സപ്പോർട്ടിനായിട്ട്, ഒരു സഹായത്തിനായിട്ട് നമുക്ക് കവിതയുടെ വരികൾ ഉണ്ടാകും. ആ വരികൾ വായിച്ചു നോക്കിയിട്ട് നിങ്ങൾ ഇതുപോലെ സെന്റൻസ് ആക്കിയിട്ട് എഴുതണം. അന്ധകാറ് ജലധി ലാംഘകർ എന്ന് പറഞ്ഞാൽ ഇരുട്ടിനെ മറികടന്നുകൊണ്ട് ആര് വരും? ശശി കിരണാത്തി ഹേ. നമ്മൾ നേരത്തെ ആശയത്തിൽ പഠിച്ച അതേ കാര്യങ്ങൾ തന്നെ. ശശികിരൺ എന്ന് പറഞ്ഞാൽ നിലാവ് വരും. നിശീമെ, ഇനി രാത്രിയിലാകട്ടെ, ഇവിടെ വസന്തകാലങ്ങളിലുള്ള മാറ്റങ്ങളും അല്ലെ പ്രത്യേകതകളുമാണ് നമ്മൾ ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. നിശീമെ, ഇനി രാത്രിയിലാണെങ്കിലോ അന്തരീക്ഷ് മധുര തുഹിന് ചിടുക്കേക, എന്ത് പെയ്യിക്കും? മധുരമായ മഞ്ഞുതുള്ളികളെ പെയ്യിക്കും. അന്തരീക്ഷം മധുരമായ മഞ്ഞുതുള്ളികളെ പെയ്യിക്കും. അപ്പൊ ഇതാണ് നമ്മൾ ഇവിടെ വസന്തത്തിന്റെ വിശേഷതയായിട്ട് പറയേണ്ടത്. എന്താണ്? പുതിയ പുതിയ മൊട്ടുകൾ തളിർക്കും, പിന്നെ തളിരിലകളാൽ നിറയും. മലയാനിൽക്കി ലഹരേസെ നലിന് ഖിൽ ജാത്തേ ഹെ, പുതിയ അല്ലെ ചന്ദനക്കാറ്റുകൾ, തണുത്ത ചന്ദനക്കാറ്റുകൾ വന്നെത്തും. ജവാ കുസുമുസി ഉഷാ കിലേഗി, ഇനിയോ പ്രഭാതത്തിൽ ചുവന്ന് വിരിഞ്ഞു വരുന്ന പ്രഭാതം. അന്ധകാർ, രാത്രിയിലാകുമ്പോഴുള്ള മാറ്റം എന്താണ്? ജലധി ലാംഘകർ, ജലധി എന്ന് പറഞ്ഞാൽ സമുദ്രമാണ്. സമുദ്രത്തെയൊക്കെ മറികടന്നുകൊണ്ട് ആരെത്തും? ശശികിരണയും എന്ന് പറഞ്ഞാൽ നിലാവ് എങ്ങോട്ടെത്തും? നമ്മളെ തേടിയെത്തും. ഇതൊക്കെയാണ് വസന്തത്തിൽ പ്രകൃതിയിൽ ഉണ്ടാകുന്ന വിശേഷതകൾ. ഇനി അതല്ലെങ്കിൽ കവി എങ്ങനെയാണ് വസന്തത്തെ ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ആൻസർ ആണിത്. അപ്പൊ ഇത്തരം ചെറിയ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പഠിക്കാൻ എളുപ്പമായി? നമ്മുടെ ഈ ആശയം ഇനിയും പഠിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാണ്. ഈ 1 വേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഇല്ലേ, ആ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒരു ധാരാളം അങ്ങനെ പഠിക്കാം. എന്നിട്ട് പിന്നെ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആൻസറുകൾ പഠിക്കാം. ഇത്രയും ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഈ സെന്റൻസുകളും ഒക്കെ ഒന്ന് കൂട്ടിച്ചേർത്ത് എഴുതിയാൽ തന്നെ നമുക്ക് എന്തായെന്നറിയോ? ആശയമായി. അതിനർത്ഥം നിങ്ങൾ അങ്ങനെ പഠിച്ചാൽ മതി എന്നല്ല. പക്ഷെ പഠിക്കാൻ പറ്റാത്ത കുട്ടികളുണ്ട്. എനിക്ക് തീരെ പഠിക്കാൻ പറ്റുന്നില്ല മിസ്, എന്നെ കൊണ്ട് സാധിക്കില്ല, എനിക്ക് സെന്റൻസ് ഓൺ വേർഡ്സിൽ എഴുതാൻ പറ്റില്ല, ഇങ്ങനെയൊക്കെ പ്രയാസപ്പെടുന്ന കുട്ടികളോടാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ആദ്യം നിങ്ങൾ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പഠിക്കുക. ആ ക്വസ്റ്റ്യൻ ആൻസേഴ്സിനെ നമ്മുടെ ആശയത്തിലേക്കും എഴുതി നോക്കൂ. അപ്പൊ നിങ്ങളുടെ ഈ ഫസ്റ്റ് പാരഗ്രാഫ് നന്നായിട്ട് പഠിക്കുക. പിന്നീട് നമുക്ക് തന്ന കവിതയുടെ ഭാഗവും, നിങ്ങൾ ഇതുപോലെ പഠിച്ചിരിക്കുന്ന കവിതയെ കുറിച്ച് അറിയുന്ന എല്ലാ കാര്യവും നിങ്ങൾക്ക് സെക്കൻഡ് പാരഗ്രാഫിൽ എഴുതാം. അല്ലെ, ലാസ്റ്റ് പാരഗ്രാഫ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, നമുക്ക് എന്താണ് കവിതയിലൂടെ കവി നമ്മളോട് പറയുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നൽകുന്ന സന്ദേശം, ഇതിനെയാണ് നമ്മൾ കൺക്ലൂഡ് ചെയ്ത് എഴുതുന്നത്. സോ അപ്പൊ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ നന്നായിട്ട് മനസ്സിലായി എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. മധുഹൃദു എന്ന ജയശങ്കർ പ്രസാദ് ജിയുടെ കവിത നന്നായിട്ടൊന്ന് മനസ്സിലാക്കുക, പഠിക്കുക. പറ്റുന്നതും കവിത നന്നായിട്ടൊന്ന് വായിച്ചു നോക്കുക, വായിച്ച് മനസ്സിലാക്കുക. എങ്കിൽ മാത്രമേ അതൊന്ന് 1 മാർക്കിന്റെ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ വേർഡ് മീനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1 മാർക്കിന് പലപ്പോഴും 2 മാർക്കിനൊക്കെ നമുക്ക് വേർഡ് മീനിങ് വരുന്നതായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ചിലപ്പോഴൊക്കെ സഹി മിലാൻ കരെ എന്ന് പറഞ്ഞു കൂടുതൽ മാർക്കിനും ചോദിക്കാം. 4 മാർക്കിനും 3 മാർക്കിനൊക്കെ അങ്ങനെയും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ മധുഹൃദു എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. നന്നായിട്ട് പഠിക്കാം. എക്സാം ഒക്കെ എല്ലാവർക്കും ഈസി ആകട്ടെ. ഇതുപോലുള്ള വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെക്കും ബൈ.